കെഎസ്ആർടിസിയിൽ താൽക്കാലിക നിയമനത്തിനും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിർദ്ദേശം. വിഷയത്തിൽ കെഎസ്ആർടിസിക്ക് പോലീസ് നിർദ്ദേശം നൽകും. എംഎൽഎ മേയർ ദമ്പതിമാരും ബസ് ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് പുതിയൊരു നിർദ്ദേശം കൊണ്ടുവരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് എം കെ വിനോദ ചേർന്നുണ്ട്. വിനോദ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത്? കെഎസ്ആർടിസിയിലെ താൽക്കാലിക ഡ്രൈവർമാരെ നിയമിക്കുന്നതിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം സ്വാഭാവികമായും താൽക്കാലിക ജീവനക്കാർക്ക് അത്തരം നടപടിക്രമങ്ങളൊന്നും ആവശ്യമില്ല. അവരെ താൽക്കാലികമായി എടുക്കുന്നതാണ്. സ്ഥിരമായി ജോലിക്കെടുക്കുമ്പോഴാണ്, സർക്കാർ ജോലിക്കടക്കം സ്ഥിരമായി ജോലിക്കെടുക്കുമ്പോഴാണ് പോലീസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത്. പോലീസിൽ മറ്റ് ക്രിമിനൽ കേസുകളൊന്നുമില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് അതാത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് വാങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കെഎസ്ആർടിസിയിലെ താൽക്കാലിക ഡ്രൈവറായിരുന്ന യദുവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് വന്നിരിക്കുകയാണ്. എംഎൽഎ മേയർ ദമ്പതിമാർ യദുവും തമ്മിലുള്ള തർക്കം ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നു. അദ്ദേഹം കെഎസ്ആർടിസി ബസ് ഓടിച്ചപ്പോൾ ആ ബസ് തടഞ്ഞ് ഈ മേയറും എംഎൽഎയും ഭർത്താവായ എംഎൽഎയും ഒക്കെ ചേർന്ന് അദ്ദേഹത്തോട് കയർത്ത് സംസാരിച്ചു. അല്ല എങ്കിൽ ഈ ഡ്രൈവർ ഈ മേയറോട് വളരെ മോശമായി പെരുമാറി തുടങ്ങിയ പരാതികളും കേസുകളും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ കേസൊക്കെ വിവാദമായി. കോടതി ഇടപെട്ട എംഎൽഎക്കും മേയർക്കും എതിരെയൊക്കെ കേസെടുക്കാൻ നിർദ്ദേശിച്ചു. പോലീസ് മേയർ നൽകിയ പരാതി പ്രകാരം താൽക്കാലിക ഡ്രൈവർ യദുവിനെതിരെ കേസെടുത്തു. യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് പോലീസ് പുതിയ നിർദ്ദേശം കെഎസ്ആർടിസിക്ക് നൽകുകയാണ്. താൽക്കാലിക ഡ്രൈവർമാരെ എടുക്കുമ്പോഴും അവർക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്നൊരു ആവശ്യം കെഎസ്ആർടിസിക്ക് മുമ്പിൽ വെക്കുകയാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ കെഎസ്ആർടിസി അത് അംഗീകരിക്കാനാണ് സാധ്യത. എന്തായാലും ഈ നിർദ്ദേശം ഔദ്യോഗികമായി തന്നെ കേരള പോലീസ് കെഎസ്ആർടിസിയുടെ എംഡിക്ക് നൽകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വിഷ്ണു. വിനോദ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ ആദ്യഘട്ടം മുതൽ ഇതുവരെയും ആ കെഎസ്ആർടിസി ഡ്രൈവറായ യദു കൃഷ്ണനെ പ്രതിയാക്കാനുള്ളൊരു നീക്കത്തിൽ തന്നെയാണ് പോലീസും മേയറും ഒക്കെ തന്നെയുള്ളത്. ഒരുപക്ഷെ ഇത്തരം തീരുമാനങ്ങളൊക്കെയും കൊണ്ടുവരുമ്പോഴും ഏത് വിധേനയും ഈ ഒരു കേസിൽ നിന്ന് മുഖം രക്ഷിക്കുക എന്നുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗം എന്ന് വേണ്ട ഇതിനെയൊക്കെ നോക്കിക്കാണാൻ. തീർച്ചയായും ഇത്തരത്തിൽ ജോലിയിൽ എത്തുന്നവരുടെയൊക്കെ പശ്ചാത്തലം മോശമാണ് എന്നുള്ള ഒരു പൊതുവായ ഒരു ചിത്രം വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതേപോലെ ഒരു പരാതി വരുമ്പോൾ സ്വാഭാവികമായും മേയറോട് അങ്ങനെ മോശമായി ഡ്രൈവർ പെരുമാറിയിട്ടുണ്ട് എങ്കിൽ നടപടി സ്വീകരിക്കുക തന്നെ വേണം. പക്ഷേ അതിൻ്റെ തെളിവുകൾ ശേഖരിക്കാൻ പോലും കഴിയുന്നില്ല. കെഎസ്ആർടിസിയിലെ CCTVയുടെ മെമ്മറി കാർഡ് പോലും കാണാതായിരിക്കുന്നു. ആ തെളിവുകൾ കിട്ടുന്നില്ല. മേയർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുക്കുകയാണ്. സ്വാഭാവികമായും കെഎസ്ആർടിസി ഡ്രൈവർ നൽകിയ ഒരു പരാതിയുണ്ട് പോലീസിന് മുമ്പിൽ. അതായത് യാത്ര തടസ്സപ്പെടുത്തി, യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചു, MLA ബസ്സിനുള്ളിൽ കയറി വന്ന ഭീഷണി മുഴക്കി, യാത്രക്കാരെ ഇറക്കി വിട്ടു തുടങ്ങിയ പരാതികളൊക്കെ കെഎസ്ആർടിസിയുടെ ഡ്രൈവറായിരുന്ന യദു ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായും പോലീസിന് മുമ്പിൽ 2 പേർ പരാതി നൽകുമ്പോൾ 2 പരാതിയും സ്വീകരിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിക്കുക എന്നുള്ളതാണ്. പോലീസ് അങ്ങനെയല്ല കാട്ടിയത്. പോലീസ് മേയറും MLA ഒക്കെ കൊടുത്ത പരാതി മാത്രം സ്വീകരിക്കുകയാണ് ചെയ്തത്. പരാതി പോലീസ് സ്വീകരിക്കാതെ വന്നപ്പോഴാണ് യദു കോടതിയെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെയും ഒക്കെ സമീപിക്കുകയും കേസെടുക്കാൻ കോടതി അടക്കമുള്ള നിയമ സംവിധാനങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ ഏകപക്ഷീയമായി താൽക്കാലിക ഡ്രൈവർമാരെല്ലാം കുഴപ്പക്കാരാണോ അല്ലയോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കെഎസ്ആർടിസിയോട് ആവശ്യപ്പെടുന്നത്. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. നമ്മളതിനെ അന്ധമായി എതിർക്കേണ്ട കാര്യമില്ല. അത്തരത്തിൽ ജോലിക്കെടുക്കുന്നവർക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വരുത്തുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ സദുദ്ദേശപരമായിട്ടാണോ പെരുമാറുന്നത് എന്നുള്ളത് പോലീസിൻ്റെ ഇതുവരെയുള്ള നീക്കത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നുമില്ല. വിഷ്ണു. യെസ്, വ്യക്തമാണ്. എം കെ വിനോദാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.